Hello students, അടുത്ത പ്രോബ്ലം നോക്കാം. ലീനിയർ ഇൻഡിപെൻഡൻസ് ഓഫ് പോളിനോമിയൽസ് ആണ്. അഗെയിൻ ഒരു 3 പോളിനോമിയൽ തന്നിട്ടുണ്ട്. ഒരു ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 1 ഡിഗ്രിയും 2 ഡിഗ്രിയും ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ PN എന്നുള്ളതിന് പകരം നമുക്ക് P2 എന്ന് വിചാരിക്കാം. 2 ആൻഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആയിട്ടല്ലേ വന്നേക്കണേ ഡിഗ്രി. P2 എന്ന് വിചാരിക്കാം. അങ്ങനെയായാലും അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്കതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. അപ്പോൾ K1 P1 പ്ലസ് K2 P2 പ്ലസ് K3 P3 ഈക്വൽ ടു 0 കൊടുക്കുക. അതിൻ്റെ വാല്യൂസ് അത് അതിൻ്റെ സ്ഥലത്ത് കൊടുക്കുക. K1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് K2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് K3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ലൈക്ക് ടേംസ് ഒക്കെ പോളിനോമിയലിൽ നമ്മൾ അങ്ങനെയല്ലേ ചെയ്യാറ്. അതായത് കോൺസ്റ്റൻറ്റ് ടേംസ് ഒക്കെ ഒരുമിച്ച് എഴുതി എക്സ് ഉള്ള ടേംസ് എല്ലാം കൂടെ ബ്രാക്കറ്റിൽ എഴുതി പുറത്ത് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എക്സ് സ്ക്വയറിൻ്റെ ടേംസ് എല്ലാം കൂടെ എഴുതി എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ എഴുതി ഈക്വൽ ടു 0. 0 എന്ന് പറഞ്ഞാൽ ഇവിടെ 0 പോളിനോമിയലാണ് കേട്ടോ. ഈ 0 പോളിനോമിയലിൻ്റെ മീനിങ് കോൺസ്റ്റൻറ്റ് ടേം അവിടെ 0 ആണ്, എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇവിടെ 0 ആണ്, അതുപോലെ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റും ഇപ്പുറത്തെ സൈഡിൽ 0 ആണ്. അപ്പോൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഈ 0നെ നമുക്ക് 0 പ്ലസ് 0 ഇൻറ്റു എക്സ് പ്ലസ് 0 ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് എഴുതാം. ആ രീതിയിൽ എഴുതിയിട്ട് ഇക്വേറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ മുമ്പൊരെണ്ണത്തിൽ ചെയ്ത് കാണിച്ചു തന്നില്ലേ. അപ്പോൾ കോൺസ്റ്റൻറ്റ് ടേം ഈക്വൽ ടു 0 ഒരു ഇക്വേഷൻ കിട്ടും. എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ഈക്വൽ ടു 0 ഒരു ഇക്വേഷൻ കിട്ടും. എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് ഈക്വൽ ടു 0 അടുത്ത ഇക്വേഷൻ കിട്ടും. ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒക്കെ സിമിലർ ആണ്. ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സോൾവ് ചെയ്ത് ഇതിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാം. ഡിറ്റർമിനൻ്റ് ആണെങ്കിൽ അത് നോക്കാം. ഇൻവേഴ്സ് മെട്രിക്സിൻ്റെ ഫോർമുല യൂസ് ചെയ്ത് സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കാം. എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അത് ചെയ്തിട്ട് അതും ഹോംവർക്കാണ്. ആ ഭാഗം നിങ്ങൾ തന്നെ ചെയ്യണം. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ സൊല്യൂഷൻ എഴുതിയിട്ടില്ല. സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്നാണ് കേട്ടോ കിട്ടുക. നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് അവിടെ കിട്ടും. ഡിറ്റർമിനൻ്റ് മെത്തേഡ് ആണെങ്കിൽ ഡിറ്റർമിനൻ്റ് എടുക്കുമ്പോൾ 0 ആണ് അവിടെ നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഡിപ്പെൻഡൻ്റ് ആണെന്ന് എഴുതാനായിട്ട് പറ്റും. നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടാവും എന്നുള്ളത് എഴുതാനായിട്ട് പറ്റും. പക്ഷേ അത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എഴുതാവൂ കേട്ടോ. ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചിട്ട് കോഎഫിഷ്യന്റ് മെട്രിക്സ് എഴുതി ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചിട്ട് ഉറപ്പിക്കാവൂ. ഇതിലുള്ളത് വെച്ചിങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യരുത്. അല്ലെങ്കിൽ മറ്റേ മെത്തേഡ് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് നിങ്ങൾക്ക് അവിടെ കിട്ടും. നോൺ സീറോ സൊല്യൂഷൻസ് കിട്ടും. ഓക്കെ, അടുത്തത് ഒരു തിയറാണ്. എ ഫൈനൈറ്റ് സെറ്റ് ദാറ്റ് കണ്ടെയ്ൻസ് 0 ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഒരു സെറ്റിനകത്ത് 0 എലമെൻ്റ് ഉണ്ട് എങ്കിൽ ആ സെറ്റ് എപ്പോഴും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും എന്നാണ് ആദ്യത്തെ കണ്ടീഷൻ പറയുന്നത്. രണ്ടാമത്തത് എ സെറ്റ് വിത്ത് എക്സാക്ട്ലി 1 വെക്ടർ ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദാറ്റ് വെക്ടർ ഈസ് നോട്ട് 0. ഒരു സെറ്റിനകത്ത് ഒരേ ഒരു വെക്ടറേ ഉള്ളൂ, അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ ആ വെക്ടർ നോൺ സീറോ ആയിരിക്കണം എന്നുള്ളതാണ് കണ്ടീഷൻ വരുന്നത്. അടുത്തത് എ സെറ്റ് വിത്ത് എക്സാക്ട്ലി 2 വെക്ടേഴ്സ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് നൈദർ വെക്ടർ ഈസ് എ സ്കെലാർ മൾട്ടിപ്പിൾ ഓഫ് ദ അതർ. 2 വെക്ടേഴ്സ് ഉള്ള ഒരു സെറ്റ് ആണെങ്കിൽ ഒന്ന് മറ്റൊന്നിൻ്റെ സ്കെലാർ മൾട്ടിപ്പിൾ ആവരുത്. അതായത് സ്കെലാർ മൾട്ടിപ്പിൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും? ലീനിയർ കോമ്പിനേഷൻ ആയി പോകും. ഒരാൾ മറ്റേയാളുടെ ലീനിയർ കോമ്പിനേഷൻ ആയി പോകും. അതുകൊണ്ടാണ് പറയുന്നത് അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ ഒരാൾ മറ്റൊരാളുടെ സ്കെലാർ മൾട്ടിപ്പിൾ ആവരുത് എന്നുള്ളത്. അപ്പോൾ ലാസ്റ്റ് 2 ഏകദേശം മീനിങ് നമുക്ക് മനസ്സിലായതാണ്. ഫസ്റ്റ് 1ൻ്റെ പ്രൂഫ് മാത്രമേ നമ്മളിവിടെ തൽക്കാലം ചെയ്യുന്നുള്ളൂ. മറ്റേത് നിങ്ങൾ എഴുതിയാൽ മതിയാവും. റീസൺസ് എന്താണെന്നുള്ളത് എഴുതി വെച്ചാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഫസ്റ്റിൻ്റെ പ്രൂഫ് പറയുകയാണെങ്കിൽ ഫോർ എനി വെക്ടേഴ്സ് V1 V2 എക്സെട്ര VR V1 V2 എക്സെട്ര VRൻ്റെ കൂടെ എസ്സിനകത്ത് 0 എന്ന് പറയുന്ന എലമെൻറ്റും കൂടി ഉണ്ടെന്ന് വിചാരിക്കാം. അതെപ്പോഴും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്നാണ് പറയുന്നത്. കാരണം ഈ വെക്ടേഴ്സിന് നമുക്ക് 0 V1 പ്ലസ് 0 V2 പ്ലസ് 0 VR പ്ലസ് 1 ഇൻറ്റു 0 ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും അല്ലേ. 0ൻ്റെ കോഎഫിഷ്യൻ്റ് എന്തായാലും ഇതിൻ്റെ സം എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ 0 കിട്ടും. ഇവിടെ 1 എഴുതിയാലും 2 എഴുതിയാലും 3 എഴുതിയാലും ഒക്കെ നമുക്കിവിടെ 0 കിട്ടും. അപ്പോൾ ഈ ലീനിയർ കോമ്പിനേഷൻ ഈ എസ്സിലുള്ള ആൾക്കാരുടെ ലീനിയർ കോമ്പിനേഷനെ 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോഎഫിഷ്യൻസ് എല്ലാം 0 ആവണമെന്ന് നിർബന്ധമില്ല. ഇവിടെ ഈ 0ൻ്റെ കോഎഫിഷ്യൻ്റ് എന്ത് നമ്പർ വേണമെങ്കിലും വരാം. നോൺ സീറോ വാല്യൂ വേണമെങ്കിലും വരാം. 0യും വരാം, ഏത് നോൺ സീറോ വാല്യൂ വേണമെങ്കിലും വരാം. നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് കിട്ടണമെങ്കിൽ എല്ലാ കോഎഫിഷ്യൻറ്റും 0 മാത്രമേ വരാൻ പാടുള്ളായിരുന്നു. ഇപ്പോൾ ഇവിടെ ഈ ഒരു കോഎഫിഷ്യൻറ്റ് എന്ത് വേണമെങ്കിലും വരാം എന്നുള്ളത് കൊണ്ട് നമുക്കവിടെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാനായിട്ട് പറ്റില്ല. സോ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. 0യെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏത് സെറ്റ് എടുത്താലും ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ 0യെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏത് സെറ്റ് എടുത്താലും അവിടെ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ് എന്ന് പറയേണ്ടതായിട്ട് വരും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് 2 ഫങ്ഷൻസിൻ്റെ ലീനിയർ ഇൻഡിപെൻഡൻസ് ആണ്. F1 ഈക്വൽ ടു എക്സും F2 ഈക്വൽ ടു സൈൻ എക്സും
സിൻസ് neither the function is a scalar multiple of the other. രണ്ട് ഫങ്ഷൻസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് നോക്കാനായിട്ട് ഒരു ഫംഗ്ഷൻ മറ്റേ ഫംഗ്ഷൻ്റെ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ ആണോ സ്കെയിലാർ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കിയാൽ മതി. അല്ല, ഇവിടെ രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് അല്ലേ, അതുകൊണ്ട് അവർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. പിന്നെ ഇവിടെ വന്നേക്കുന്നത് sin 2x sin x cos x. അപ്പോൾ sin 2xന് നമുക്ക് 2 sin x cos x എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ 2 sin x cos x, ഇവിടെ sin x cos x. അപ്പോൾ ഒന്ന് മറ്റൊന്നിൻ്റെ സ്കെയിലാർ മൾട്ടിപ്പിൾ 2 കൊണ്ടുള്ള മൾട്ടിപ്പിൾ അല്ലേ വരുന്നത്. sin 2x ഇതിൻ്റെ 2 കൊണ്ടുള്ള മൾട്ടിപ്പിൾ, അതുകൊണ്ട് അവർ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ് കേട്ടോ. ഒന്ന് മറ്റൊന്നിൻ്റെ സ്കെയിലാർ മൾട്ടിപ്പിൾ ആണെങ്കിൽ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്, അല്ലെങ്കിലാണ് നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കിട്ടുക. ഇനി R2ൻ്റെയും R3യുടെയും കേസിൽ R2 ആണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. R2ൽ in R2, R3 are linearly independent only if they do not lie on the same line when they have their initial points at the origin. Otherwise, one would be a scalar multiple of the other. അപ്പോൾ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ ഒരു ലൈൻ മറ്റൊരു ലൈൻമേൽ ലൈ ചെയ്യാൻ പാടില്ല. കണ്ടോ, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ലൈ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. സെയിം ഒറിജിനിൽ നിന്ന് സെയിം ഇങ്ങനെ പുറപ്പെടുകയാണ് എങ്കിൽ, കണ്ടോ ഇങ്ങോട്ടും ഓപ്പോസിറ്റായിട്ട് പുറപ്പെടുകയാണ് എങ്കിലും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. രണ്ട് ഡയറക്ഷനിലേക്കാണ് എങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്നും മറ്റതിൻ്റെ സ്കെയിലാർ മൾട്ടിപ്പിൾ ആയിട്ട് വരും, അതുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് R3യുടെ കേസും കേട്ടോ, നോക്കിയാൽ മതി ജോമെട്രി. അടുത്തതൊരു തിയറാണ്. തിയറം പറയുന്നത് ഇതാണ്: let S equal to v1 v2 etc vr be a set of vectors in Rn if R greater than n. Rn എന്ന് പറഞ്ഞാൽ അറിയാലോ, n tuples-ന്റെ കളക്ഷനാണ്. if R greater than n then S is linearly dependent. Rnലെ ഇപ്പം ഈ സെറ്റിലുള്ള ആൾക്കാരുടെ എണ്ണം Rn എന്ന് പറയുന്ന n-നേക്കാളും വലുതാണെങ്കിൽ, v1 v2 etc vr 6 എണ്ണമാണ് ഈ സെറ്റിനകത്തുള്ളത്. ഈ R എന്ന് പറയുന്ന നമ്പർ n-നേക്കാളും വലുതാണെങ്കിൽ S എന്ന് പറയുന്ന സെറ്റ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും എപ്പോഴും എന്നാണ് തിയറം പറയുന്നത്. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് നോക്കി നോക്കാം. പ്രൂഫ്: v1 ഈക്വൽ ടു v1 എന്ന് പറയുന്ന Rnലെ ഒരാളാണല്ലോ, അപ്പോൾ എന്തായാലും അതൊരു n ട്യൂപ്പിളായിരിക്കും. അപ്പോൾ നമുക്കതിനെ v11 v12 എക്സെട്ര v1n എഴുതാം. v2നെ നമുക്ക് v21 v22 എക്സെട്ര v2n എഴുതാം. v2നെ നമുക്ക് v21 v22 എക്സെട്ര v2n എടുക്കാം. അതുപോലെ vr നമുക്ക് vr1 vr2 എക്സെട്ര vrn എന്നെടുക്കാം. ഇനി അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 എന്ന് അസൈൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ശരിക്കും അത് ഉള്ളിലേക്ക് k1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എല്ലാം കൂടി ആഡ് ചെയ്തെടുക്കണം. എന്നിട്ട് ഫസ്റ്റ് കമ്പോണൻറ്റ് ഈക്വൽ ടു, ഇവിടുത്തെ 0 എന്ന് പറഞ്ഞാൽ n ട്യൂപ്പിൾ 0 ആയിരിക്കും. എന്നിട്ട് ഫസ്റ്റ് കമ്പോണൻറ്റ് 0ലേക്ക് ഇക്വേറ്റ് ചെയ്യണം. n ട്യൂപ്പിൾ വരുമ്പോൾ അങ്ങനെയല്ലേ, ഫസ്റ്റ് കമ്പോണൻറ്റ് 0ലേക്ക് ഇക്വേറ്റ് ചെയ്യണം, സെക്കൻഡ് കമ്പോണൻറ്റ് 0ലേക്ക് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനെ ഈ k1 v1 k2 v2 അതിൽ നിന്നൊക്കെ ഓരോ കമ്പോണൻറ്റ് കൂട്ടി ആഡ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ എന്താ വരിക, v11 ഇൻറ്റു k1 ഉണ്ടാവും, v21 ഇൻറ്റു k2 ഇൻറ്റു v21 ആയിരിക്കും, എക്സെട്ര എക്സെട്ര kr ഇൻറ്റു vr1 ആയിരിക്കും. അതായിരിക്കും ഫുൾ ആഡ് ചെയ്തതായിരിക്കും ഫസ്റ്റ് കമ്പോണൻറ്റ് വരുന്നുണ്ടാവുക അല്ലേ. നമ്മളത് ഇങ്ങനെ ചെയ്ത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഒരു പ്രോബ്ലമിനെ. നിങ്ങൾ എഴുതി നോക്കി നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ v11 ഇൻറ്റു k1 പ്ലസ് v21 ഇൻറ്റു k2 പ്ലസ് എക്സെട്ര പ്ലസ് vr1 ഇൻറ്റു kr ഈക്വൽ ടു 0. അതാണ് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടുക. സെക്കൻഡ് ഇക്വേഷൻ v12 ഇൻറ്റു k1 പ്ലസ് v22 ഇൻറ്റു k2 പ്ലസ് എക്സെട്ര പ്ലസ് vr2 ഇൻറ്റു kr ഈക്വൽ ടു 0. അങ്ങനെ ലാസ്റ്റ് ഇക്വേഷൻ n ഇക്വേഷൻസ് കിട്ടും നമുക്ക് അവിടെ നിന്ന്. ലാസ്റ്റ് ഇക്വേഷൻ വരിക v1n ഇൻറ്റു k1 പ്ലസ് v2n ഇൻറ്റു k2 പ്ലസ് എക്സെട്ര പ്ലസ് vrn ഇൻറ്റു kr ഈക്വൽ ടു 0 എന്നാണ് ലാസ്റ്റത്തെ ഇക്വേഷൻ വരിക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ സോൾവ് ചെയ്തിട്ട് k1 k2 k3 എക്സെട്ര kr കണ്ടുപിടിക്കുകയല്ലേ വേണ്ടത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഹോമോജീനസ് സിസ്റ്റം അല്ലേ, ഹോമോജീനസ് സിസ്റ്റം ഓഫ് n ഇക്വേഷൻസ് ഇൻ r അൺനോൺസ്. ഇവിടെ r വേരിയബിൾസ്, r അൺനോൺ വേരിയബിൾസ് ആണുള്ളത്, k1 k2 എക്സെട്ര kr അല്ലേ. അപ്പോൾ ഇവിടെ n ഇക്വേഷൻസും ഉണ്ട്, r അൺനോൺസും ഉണ്ട്, k1 k2 എക്സെട്ര kr. r എന്നുള്ളത് ഗ്രേറ്റർ ദാൻ n ആണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്, r n-നേക്കാളും വലുതാണെന്ന്. അപ്പോൾ നമ്പർ ഓഫ് ഇക്വേഷൻസ് കുറവും നമ്പർ ഓഫ് അൺനോൺസ് കൂടുതലും ആണെങ്കിൽ എപ്പോഴും സിസ്റ്റത്തിന് നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും.
ഹോമോജീനസ് സിസ്റ്റത്തിന് r ഗ്രേറ്റർ ദാൻ n ആണെങ്കിൽ നമ്പർ ഓഫ് അൺനോൺസ്, നമ്പർ ഓഫ് വേരിയബിൾസ് നമ്പർ ഓഫ് ഇക്വേഷൻസിനേക്കാളും കൂടുതലാണെങ്കിൽ അവിടെ എപ്പോഴും നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് ആയിരിക്കും. അത് പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്പർ ഓഫ് ഇക്വേഷൻസും നമ്പർ ഓഫ് അൺനോൺസും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട്. നമ്പർ ഓഫ് അൺനോൺസ് നമ്പർ ഓഫ് ഇക്വേഷൻസിലും കൂടുതലാണെങ്കിൽ അതിന് നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് ഉറപ്പായിരിക്കും എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ സെറ്റ് എന്ത് പറയാൻ പറ്റും? നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ K1 K2 എക്സെട്ര KRന് 0 അല്ലാത്ത സൊല്യൂഷൻ ഉണ്ട് എന്നല്ലേ അതിൻ്റെ മീനിങ്. അപ്പോൾ എന്തായിരിക്കും? സെറ്റ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആവും. ഓക്കെ, ദാറ്റ് ഈസ് ദ പ്രൂഫ്. അപ്പോൾ എളുപ്പമാണ് പ്രൂഫ് പഠിക്കുക കേട്ടോ. ഇതിൻ്റെ ലീനിയർ ഇൻഡിപെൻഡൻസ് ആണ് കാണിക്കുന്നത്. ഫസ്റ്റ് ഫംഗ്ഷൻ സൈൻ സ്ക്വയേർഡ് എക്സ്, രണ്ടാമത്തെ ഫംഗ്ഷൻ കോസ് സ്ക്വയേർഡ് എക്സ്, മൂന്നാമത്തെ ഫംഗ്ഷൻ 5 എന്നുള്ള കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ. അപ്പോൾ ഇതിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ഇങ്ങനെ എടുക്കുകയാണ്. 5 × F1 + 5 × F2 - F3 എന്ന് എടുക്കുകയാണ് കേട്ടോ. അതായത് K1 5, K2 5, K3 -1. ജസ്റ്റ് ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് =0 എന്ന് കിട്ടും. അതായത് ഈ ലീനിയർ കോമ്പിനേഷൻ =0. പക്ഷേ അതിന് കോഎഫിഷ്യൻ്റ് നോക്കുമ്പോൾ നോൺ സീറോ കോഎഫിഷ്യൻസ് ആണ് വന്നേക്കുന്നത് അല്ലേ. ലീനിയർ കോമ്പിനേഷൻ =0 എന്ന് കിട്ടിയിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ കോഎഫിഷ്യൻസ് നോൺ സീറോ കോഎഫിഷ്യൻ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റാണ്. ഓക്കെ, അങ്ങനെയും വരാം ഫംഗ്ഷൻ്റെ ഒക്കെ കേട്ടോ. അടുത്തതൊരു ഡെഫിനേഷനാണ്. ഇഫ് F1 = F1 of x, F2 = F2 of x, Fn = Fn of x are functions that are n-1 times differentiable on the interval -∞. അതായത് ഇത് n-1 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. Then the determinant W of x equal to, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, F1 of x, F2 of x, etc. Fn of x. പിന്നെ അടുത്ത റോൾ അതിൻ്റെ കംപ്ലീറ്റ് ഫസ്റ്റ് ഡെറിവേറ്റീവ്സ് F1 dash of x, F2 dash of x, etc. Fn dash of x. അതായത് അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ്സ് ആണ് കേട്ടോ. സെക്കൻഡ് റോള് കംപ്ലീറ്റ് അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ്സ്, അതായത് ഫംഗ്ഷൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ്സ്. അങ്ങനെ nth റോള്, ഫസ്റ്റ് റോള് അതായത് ഫംഗ്ഷൻസ് എഴുതി, സെക്കൻഡ് റോള് അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ്സ് എഴുതി, തേർഡ് റോൾ അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ്സ് എഴുതി, nth റോൾ അതായത് n-1th ഡെറിവേറ്റീവ്സ്. n-1th ഡെറിവേറ്റീവ് എന്താണോ അത് എഴുതി. എന്നിട്ട് അതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുക. ആ ഡിറ്റർമിനൻറ്റിനെയാണ് W of x-നെയാണ് റോൺസ്കിയൻ എന്ന് പറയുന്നത്. റോൺസ്കിയൻ ഓഫ് ദ ഫങ്ഷൻസ് F1, F2, etc. Fn ഇമ്പോർട്ടൻ്റ് ആണ്. റോൺസ്കിയൻ വെച്ചിട്ട് കുറേ കാര്യങ്ങൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ എന്നൊക്കെ പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് റോൺസ്കിയൻ വരുന്നത്. ഇവിടെ ഇപ്പോൾ n ഫംഗ്ഷൻസിൻ്റെ തന്നതുകൊണ്ടാണ് ഇത് ഇത്രയും വലിയ ഇക്വേഷനായിട്ട് കിടക്കുന്നത്. നമുക്ക് തരുമ്പോൾ ചിലപ്പോൾ 2 ഫംഗ്ഷനോ 3 ഫംഗ്ഷനോ ഒക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ ഡെഫിനേഷൻ, റോൺസ്കിൻ്റെ ഡെഫിനേഷൻ ഇങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ചെറിയ ഇതാക്കി തരുള്ളൂ, മിക്കവാറും പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ ചെറുതായി തരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഡിറ്റർമിനൻ്റ് ഓഫ് ഫസ്റ്റ് റോള് ഫംഗ്ഷൻസ്, സെക്കൻഡ് റോള് ഫസ്റ്റ് ഡെറിവേറ്റീവ്സ്, തേർഡ് റോള് സെക്കൻഡ് ഡെറിവേറ്റീവ്സ്, അങ്ങനെ അതിൻ്റെ ലാസ്റ്റ് റോള് n-1th ഡെറിവേറ്റീവ്സ്. അതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കണം, ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കണം. അതിനെയാണ് നമ്മൾ റോൺസ്കിൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു തിയറം ആണ് വരുന്നത്. തിയറത്തിൽ പറയുന്നതാണ്, ഇഫ് ദ ഫംഗ്ഷൻസ് F1, F2, etc. Fn have n-1 continuous derivatives on the interval -∞, and if the Wronskian of these functions is not identically 0, 1, -∞, then these functions form a linearly independent set of vectors in Cn-1 -∞. അതായത് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. റോൺസ്കിൻ നോട്ട് ഐഡൻറ്റിക്കലി 0 ആണെങ്കിൽ, റോൺസ്കിൻ നോട്ട് 0 ആണെങ്കിൽ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. റോൺസ്കിൻ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, റോൺസ്കിൻ നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ സെറ്റ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അത് ആലോചിച്ച് വെച്ചിരുന്നാൽ മതി. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് പ്രോബ്ലം ചെയ്യാനായിട്ട് നമ്മൾ അതാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ.